ഹായ് ഫ്രണ്ട്സ്, IIT JEE എക്സാമിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സയൻസ് സബ്ജക്റ്റുകൾക്കാണ്. അതേസമയം സിവിൽ സർവീസ് എക്സാമിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നോൺ സയൻസ് സബ്ജക്റ്റുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാമുകളെ കമ്പയർ ചെയ്യുമ്പോൾ സയൻസ് ആൻഡ് നോൺ സയൻസ് സബ്ജക്റ്റ് എന്ന രീതിയിലാണ് കമ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ആ കമ്പാരിസൺ ശാസ്ത്രീയമായിട്ട് സാധ്യമല്ല. അതിന് കാരണം സയൻസ് സബ്ജക്റ്റും നോൺ സയൻസ് സബ്ജക്റ്റും പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പൊതുവെ വിദ്യാർത്ഥികൾക്ക് സയൻസ് ആൻഡ് നോൺ സയൻസ് സബ്ജക്റ്റുകളോടുള്ള താല്പര്യവും താല്പര്യക്കുറവും അതുപോലെ ലോജിക്കും പരിഗണിച്ചുകൊണ്ടാണ് ഈ സബ്ജക്റ്റുകളെ ഇവിടെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ മാത്സും സോഷ്യൽ സയൻസും കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ മാത്സും സോഷ്യൽ സയൻസും മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. സോഷ്യൽ സയൻസ് മെമ്മറൈസ് ചെയ്യുന്നത് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല എടുത്താൽ, ഫോർ എക്സാമ്പിൾ a² + b² = a² + 2ab + b², ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് നമ്മളൊരു ചോദ്യം കേൾക്കുമ്പോൾ അതിനുത്തരം നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ജനാധിപത്യത്തിന്റെ 5 സവിശേഷതകൾ ചോദിച്ചാൽ നമ്മളുടെ തലച്ചോറിൽ ഓൾറെഡി അതിനുള്ള ഉത്തരം ഉണ്ടാവും. നമ്മൾ അത് ഓർത്തെടുത്ത് എഴുതിയാൽ മാത്രം മതി. അതേസമയം മാത്സിലെ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവുക ഫോർമുലകൾ മാത്രമാണ്. നമ്മൾ ആ ഫോർമുല ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റെപ്പായിട്ട് ഉത്തരത്തിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അതായത് മാത്സിൽ നമുക്ക് ഉത്തരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മളുടെ മെമ്മറിയിലുള്ള ഫോർമുലകൾ ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ മാത്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസിനേക്കാളും നമ്മളുടെ തലച്ചോറ് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പലരും മാത്സ് വളരെ ടഫാണ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സബ്ജക്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ IIT JEE എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേക്കാളും ടഫ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സബ്ജക്റ്റ് മാത്രം പരിഗണിച്ചുകൊണ്ടല്ല ഒരു എക്സാം ടഫാണോ അല്ലേ എന്ന് പറയുന്നത്. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. അങ്ങനെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ സിവിൽ സർവീസ് എക്സാമാണ് IIT JEE എക്സാമിനേക്കാൾ ടഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ ഘടകങ്ങളാണ് JEE എക്സാമിനേക്കാളും സിവിൽ സർവീസ് എക്സാമിനെ കഠിനമാക്കുന്നതിന് കാരണമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. സിവിൽ സർവീസ് എക്സാം ടഫസ്റ്റ് എക്സാം ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന എക്സാം പാറ്റേൺ ആണ് സിവിൽ സർവീസിനുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഒരു വർഷവും എഴുതാൻ മറ്റൊരു വർഷവും ആവശ്യമുണ്ട്. അതായത് ഒരു ആസ്പിരന്റ് സിവിൽ സർവീസ് എക്സാം എഴുതാൻ കുറഞ്ഞത് 2 വർഷം ചിലവഴിക്കേണ്ടി വരും. അതേസമയം JEE എക്സാം ഒരു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ്. മെയ് ഏപ്രിലോട് കൂടെ 2 സ്റ്റേജിലായിട്ട് JEE എക്സാം കഴിയും. അതുകൂടാതെ JEE എക്സാം നിങ്ങൾക്ക് 2 തവണ വർഷത്തിൽ എഴുതാനുള്ള അവസരമുണ്ട്. ജനുവരിയിലും മെയ്യിലുമായിട്ട് 2 തവണ എക്സാം എഴുതാനും അതിൽ നിന്നും ഉയർന്ന റാങ്ക് IIT എൻട്രൻസിന് വേണ്ടിയിട്ട് പരിഗണിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അതേസമയം സിവിൽ സർവീസ് എക്സാം ഓരോ സ്റ്റേജും 1 തവണ മാത്രമേ നടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും സിവിൽ സർവീസ് എക്സാമിലില്ല. സിവിൽ സർവീസിൻ്റെ ആദ്യത്തെ സ്റ്റേജായിട്ടുള്ള പ്രിലിംസ് എക്സാം മെയ് അവസാനത്തോടു കൂടിയാണ് നടക്കാറുള്ളത്. അതിൽ പാസ്സാവുന്ന ആളുകൾക്ക് മെയിൻസ് എക്സാം ഏകദേശം സെപ്റ്റംബർ തുടക്കത്തോടു കൂടെ നടക്കും. അതിലും പാസ്സാവുന്ന ആളുകൾ ഇൻ്റർവ്യൂ സ്റ്റേജ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കും. അതിൻ്റെ റിസൾട്ട് വരിക ഏപ്രിൽ മാസത്തിലാണ്. അതായത് അടുത്ത വർഷത്തെ എക്സാം തുടങ്ങുന്നതിന് 1 മാസം മുൻപ്. നിങ്ങൾ ആ വർഷം സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 1 മാസമാണ്. അതേസമയം JEE എക്സാം മെയ്യിൽ എക്സാം നടക്കുകയും ജൂണിൽ റിസൾട്ട് വരികയും ചെയ്യും. അങ്ങനെ JEE എക്സാമിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ JEE എക്സാം വരുന്നത് മെയ് മാസത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും സമയം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. സിവിൽ സർവീസ് എക്സാമിനെ ടഫാക്കുന്ന മറ്റൊരു ഘടകം അതിൻ്റെ പാറ്റേൺ ആണ്. IIT JEE കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് പാറ്റേണിനാണ്. അഥവാ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് താഴെ 4 ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. JEE എക്സാമിൻ്റെ 2 സ്റ്റേജുകളായ JEE അഡ്വാൻസിലും JEE മെയിൻസിലും ഏറെക്കുറെ ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ സിവിൽ സർവീസ് എക്സാമിൽ ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിംസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അഥവാ നിങ്ങൾക്കൊരു ചോദ്യം തരും, 4 ഓപ്ഷൻ തരും, അതിൽ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതേസമയം രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മെയിൻസിൽ എഴുത്ത് പരീക്ഷയാണ്. 9ഓളം പേപ്പറുകളാണുള്ളത്. അതിൽ തന്നെ ഓരോ പേപ്പറും 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതും കൈ മരവിപ്പിക്കുന്ന രീതിയിൽ എഴുതേണ്ടി വരുന്നതുമാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇന്റർവ്യൂ സ്റ്റേജ് ആണ്.
ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിന് JEE എക്സാമിനേക്കാളും കൂടുതൽ സ്കിൽ സെറ്റ് അഥവാ കഴിവുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. JEE എക്സാം സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. മാത്രമല്ല JEEയുടെ സിലബസിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സയൻസ് സബ്ജക്റ്റുകൾക്ക് തന്നെയാണ്. അതായത് നിങ്ങൾ +2-ന് എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ JEE സിലബസിലും നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതേസമയം സിവിൽ സർവീസ് എക്സാം ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾക്കും എഴുതാവുന്ന ഒരു എക്സാമാണ്. മാത്രമല്ല അതിൻ്റെ സിലബസിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്നീ 3 വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ട ആവശ്യം വരും. ഈ ഘടകവും സിവിൽ സർവീസ് എക്സാമിനെ കൂടുതൽ കഠിനമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സിലബസിനെ പറ്റി പറയുമ്പോൾ JEE എക്സാമിൽ കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. അതേസമയം സിവിൽ സർവീസ് എക്സാമിൽ കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിന് എല്ലാ വർഷവും പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നർത്ഥം. പക്ഷേ അതേസമയം സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത വർഷത്തെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 1 മാസമാണ് ലഭിക്കുക എന്നുള്ളത് ഓർക്കണം. സിവിൽ സർവീസും JEEയും എല്ലാ വർഷവും 10 ലക്ഷത്തിലധികം ആസ്പിരൻസ് എഴുതുന്ന എക്സാമാണ്. JEEയിൽ ഏകദേശം 17,000 മുതൽ 18,000 സ്റ്റുഡൻസിന് വരെ അഡ്മിഷൻ ലഭിക്കുമ്പോൾ സിവിൽ സർവീസ് എക്സാമിൽ വെറും 1000 പേർക്കാണ് അഡ്മിഷൻ ലഭിക്കാറുള്ളത്. അതിൽ തന്നെ IAS ലഭിക്കുക വെറും 180 പേർക്കാണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് സിവിൽ സർവീസ് എക്സാം JEE എക്സാമിനേക്കാളും ടഫാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. ഞാൻ ഈ 2 എക്സാമുകളെയും കമ്പയർ ചെയ്തിട്ടുള്ളത് സിവിൽ സർവീസ് എക്സാം എത്രത്തോളം കഠിനമാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു എക്സാമിനെ മറ്റൊരു എക്സാമുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല അതിൻ്റെ ആവശ്യമില്ല. എല്ലാ എക്സാമുകൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, എഴുതുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, സിവിൽ സർവീസ് എക്സാം അത്യാവശ്യം കഠിനമായിട്ടുള്ള എക്സാം തന്നെയാണ്. ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ആദ്യ സ്റ്റേജ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിൻ്റെ കാഠിന്യം തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ സിവിൽ സർവീസ് എക്സാം കഠിനമാണ് എന്ന് കരുതി എഴുതാതിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. അഥവാ 1 വർഷം നീണ്ടു നിൽക്കുന്ന എക്സാമാണ്, എത്ര തവണ എഴുതേണ്ടി വരുമെന്നൊന്നും അറിയില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഡിപ്രസ്ഡ് ആവാതിരിക്കാനുള്ള ശ്രമം നടത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ശാരീരികമായിട്ട് തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. അഥവാ നിങ്ങളുടെ ഉറക്കം സെറ്റാക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങളുടെ എക്സസൈസ് സെറ്റാക്കേണ്ട ആവശ്യമുണ്ട്, ഭക്ഷണം സെറ്റാക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങൾ സമൂഹത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുമൊക്കെ പല ചോദ്യങ്ങളും നേരിടേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിനെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഗൗരവപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.